ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ആഫ്റ്റർ ഡെലിവറി കെയർ സെൻറ്ററിലെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനിയത്തിൻ്റെ ഡെലിവറി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പിന്നെ ഈ ഡെലിവറി കെയർ സെൻറ്ററിലേക്കാണ് പോവാന്ന്. അപ്പോൾ അവിടെ പോയതിനു ശേഷം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ വീഡിയോക്ക് കമൻസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ എവിടെയാണ്, സെൻറ്ററിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ. ഇത് മക്കരപ്പറമ്പാണ് കേട്ടോ ഈ ഒരു സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കരപ്പറമ്പിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. മഞ്ചേരി വെള്ളില ഒക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സെൻറ്റർ ഉള്ളത്. നമ്മളിവിടെ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. മോംസ് പാർക്ക് എന്നാണ് കേട്ടോ സെൻറ്ററിൻ്റെ പേര്. ഇത് പുതിയതാണ്, ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനാഗ്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 28, 30, 40 ദിവസങ്ങളുടെയൊക്കെ പാക്കേജുകളാണുള്ളത്. റെൻ്റാണെങ്കിൽ 65 മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇനാഗ്രേഷൻ വരെ ഇവർക്ക് എന്തൊക്കെയോ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നമുക്കിത് ഫസ്റ്റിലെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഡെലിവറി കെയർ സെൻറ്ററിൽ. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാനും താത്തയും ഒക്കെ ഞങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ആളെ നിർത്തിയിട്ട് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിന്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടി സൗകര്യം എന്നുള്ള രീതിക്കും പിന്നെ നമ്മുടെ ലൊക്കേഷൻ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ തന്നെ കിട്ടിയപ്പോൾ വന്നപ്പോൾ ഏതായാലും ഒന്ന് നമുക്ക് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ടാണെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, വാഷിങ്ങിനെ പറ്റി അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഒരു ഏകദേശം നമ്മൾ 40 ദിവസത്തെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് കഴിഞ്ഞ് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താട്ടോ. അപ്പോൾ എൻഡ് ആകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇത് നമ്മളെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ 2 ടൈപ്പ് റൂംസാണുള്ളത്. അതായത് 1 ബെഡ്റൂം ഹാള് കിച്ചൺ അങ്ങനെയുള്ളതും പിന്നെ 2 ബെഡ്റൂം ഹാള് കിച്ചൺ അങ്ങനെയുള്ളതുണ്ട്. രണ്ടും 2 ബ്ലോക്കായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ രാവിലെ തന്നെ വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ മക്കൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ പോയതിനു ശേഷം ഏകദേശം ഒരു 10 മണിയാകുന്ന സമയത്താണ് കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഓളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയും കുട്ടീനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കിടക്കിയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ 10 മണിയൊക്കെ ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഓൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഫുഡും മെഡിസിനൊക്കെ ആയിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് കഞ്ഞിൻ്റെ സമയമാണ്. കഞ്ഞിയും പിന്നെ തേങ്ങ കഞ്ഞിയാണ് കേട്ടോ. തേങ്ങ കഞ്ഞിയും പിന്നെ ഇതിപ്പോൾ എന്താ പറയുക ബ്രിഞ്ചോൾ ഫ്രൈ ആണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഫുഡാണ് കേട്ടോ. എന്നും കഞ്ഞിയൊന്നുമല്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം മരുന്ന് കഞ്ഞിയായിരുന്നു പറഞ്ഞു. പിന്നെ ഉലുവ കഞ്ഞി, ഇങ്ങനെ തേങ്ങട്ട കഞ്ഞി, പിന്നെ അതല്ലെങ്കിൽ ഉള്ളിച്ചോറിൻ്റെ കൂടെ മട്ടനോ പിന്നെ എന്താ പറയുക കാട ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ ഉപ്പേരിയോ ഫ്രൈയോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു 10 മണി സമയത്ത് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കയറി വന്നതാണ്. ഇവിടുത്തെ ഹോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോൾ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണും നല്ല ഫെസിലിറ്റി ഉള്ള കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് പിന്നെ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഫ്രിഡ്ജ്, കെറ്റില്, പിന്നെ ഒരു ബർണർ വരുന്ന ഒരു സ്റ്റൗ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ നമ്മൾ കൊണ്ടുവരണം. നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ നമ്മൾ കൊണ്ടുവരണം. ബൈസ്റ്റാൻഡേഴ്സിന് നിൽക്കുക. ഈ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കും ഒരു ബൈസ്റ്റാൻഡറിനുള്ള ഫുഡാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുക. അപ്പോൾ എക്സ്ട്രാ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കനുസരിച്ച് ചെയ്യാം. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു മിനി കിച്ചൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കൊണ്ടക്കലൊക്കെ ഈസിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉപ്പയും ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അനിയത്തിൻ്റെ മോളും ഉണ്ട് കേട്ടോ. മൂത്ത മോളും ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവരെ കൂടെ. ഓളെ സ്കൂൾ ബസ്സൊക്കെ അതിൻ്റെ അടുത്ത് കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഓളെ സ്കൂളും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബേബി. ഹാലാസിമാൽ എന്നാണ് ബേബിക്ക് പേരിട്ടത്. 40 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക ബേബിനെ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ വീഡിയോയിൽ, ശരിക്കും കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ അവിടെ സ്റ്റോറേജിനൊക്കെ പെട്ടിങ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണോ, എന്തൊക്കെയായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ടി വരിക, ഇങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവില്ലേ. പക്ഷേ ശരിക്കും നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ നല്ല ബെഡ്റൂമും പിന്നെ അതിൽ നല്ല കബോർഡുകളും ഒക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ റൂമിലാണ് അനിയത്തി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടിലിനുള്ള ഹുക്കൊക്കെ ഉണ്ട്. തൊട്ടിൽ നമ്മൾ കെട്ടിയതാണ് കേട്ടോ.
പിന്നെ രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ വീട് പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ വിചാരിക്കുന്ന എന്തായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ടാവുക. 40 വരെ നോർമലി ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പ്രസവിച്ചിറക്കുന്ന ആൾക്കാർക്ക് കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തൈലം തേക്കലും കുളിയും ഇതൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ടൈം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീൽ ആയിരിക്കുമല്ലോ ഇവിടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആ ഒരു 40 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് ദിവസമായപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇവിടുത്തെ ആൾക്കാരായി കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട് പോലെ തന്നെയാണ്. മോള് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇവിടെ ഇവരെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. 6 മണിക്ക് ഒരു ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച മുക്കുടി ഒക്കെ ഉണ്ടാവും. അപ്പോൾ 6 മണിക്ക് അങ്ങനെ മെഡിസിനൊക്കെ ആയിട്ട് ഒരു വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പ്രസവിച്ചിറക്കുന്ന ആൾക്കാർ കഴിക്കുന്ന പോലെ തന്നെ പാല്, മുട്ട പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ ആ ഒരു ഏർലി മോർണിംഗ് സ്നാക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് 6:30 കൂടി തന്നെ ഒരു കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് കുളിപ്പിക്കുന്ന റൂമാണ് കേട്ടോ. ഞാൻ ആ സമയത്തൊന്നും എത്താത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ കുളിക്കുന്ന റൂമിലൊക്കെ ഒന്ന് പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാഫ് താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഉച്ചയാകുന്ന സമയത്താണ് കേട്ടോ ഇവിടെ വന്ന് നോക്കുന്നത്. ഈ സമയമാകുമ്പോഴത്തേന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റാഫുകളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആദ്യത്തെ 7 ദിവസത്തെ ആ ഒരു മുക്കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഷായമാണ് കേട്ടോ. രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും കഷായം ഉണ്ടാവും. അത് അവർ ആദ്യം തന്നെ രാവിലെ തന്നെ കൊണ്ടുവന്ന് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏർലി മോർണിംഗ് സ്നാക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. രണ്ടാൾക്കാരെ ഒരേ സമയത്ത് ഈ ഒരു കട്ടിൽ ഒരു ടേബിൾ പോലെ ഇതിന്മേലാണ് എണ്ണയൊക്കെ തേപ്പിക്കുന്നത്. രണ്ടാൾക്കാരെ ഒരേ സമയത്താണ് കേട്ടോ ചെയ്യുക. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമൊന്നുമില്ല. സെൻറ്ററിൽ കൂടെ ഒരു കേർട്ടൻ ഉണ്ട്. അപ്പോൾ അതിട്ടിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ നല്ല മസാജും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ അനിയത്തി പറഞ്ഞത്. ഹെഡ് മസാജ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ബോഡി മസാജ്, അത് കഴിഞ്ഞിട്ട് ഫേസ് മസാജ്, പിന്നെ വീക്കിലി ഒരു ദിവസം ഹെയർ പാക്ക് ഇടുമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫേസ് പാക്കും ഉണ്ടാവും വീക്കിലി 1 ഡേ. പിന്നെ നോർമലി നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ തേക്കുന്ന ധാനന്തരം ഒക്കെയാണല്ലോ നമ്മൾ തേക്കുന്നത്. അത് തന്നെയാണ്, അത് തേപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുളിയൊക്കെ ചൂടുവെള്ളത്തിൽ. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല വെള്ളം വയറുമ്പക്ക് നല്ല ചൂടുവെള്ളം പിടിക്കലും ഒക്കെ അല്ലേ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും ബോഡി പെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിസിറ്റ് ഉണ്ടാവും ഇവിടെ. വീക്കിലി ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അടുത്ത് പറയുന്നതിനനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഓയിലിട്ടിട്ട് ഉള്ള മസാജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കുളി കഴിഞ്ഞതിന് ശേഷം രാസനാദിപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഒരു ധൂമപാനം ഉണ്ട് എന്ന് പറഞ്ഞു. ഒക്കെ നമുക്ക് അങ്ങനെ ഓരോ ലിസ്റ്റിൽ നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ ധൂമപാനം എന്നൊന്നും നമുക്കറിയില്ല. ഒരു പൊടി ഇട്ടിട്ട് ഇങ്ങനെ മൂക്കിൽ വലിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണിൽ അഞ്ചനൊക്കെ എഴുതിച്ചിട്ടാണ് ഒരു റൂമിൽ കാക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് ബേബിനെ കുളിപ്പിക്കുക കേട്ടോ. ബേബിനെ കുളിപ്പിക്കുമ്പോൾ വെന്ത വെളിച്ചെണ്ണിട്ടിട്ടാണ് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് വരുന്ന സമയം എന്ന് പറയുമ്പോൾ ലഞ്ചിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ലഞ്ചിന് മുന്നേ ആയിട്ട് ഒരു മെഡിസിനൊക്കെ ഒരു റൂമിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മെഡിസിൻ കുടിക്കേണ്ടത്. ഇത് അരിഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എല്ലാ റൂമിലേക്കുള്ളതും ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോൾ. പിന്നെ ഇവരെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ, ഇവരെ കിച്ചൺ ഇവിടെ അല്ല കേട്ടോ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഓരോ നേരവും ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഫുഡ് വന്നത്. അവർക്ക് എല്ലാ റൂമിലേക്കും വലിയ ടിഫിനുകളുണ്ട്. അപ്പോൾ അതിൽ ഫുഡ് കൊണ്ടുവരും. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡോറിൻ്റെ അവിടെ വെച്ചാൽ മതി. അത് അവർ തന്നെ കൊണ്ടുപോവുകയും ചെയ്തോളും. അപ്പോൾ പിന്നെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രസവിച്ചിറക്കുന്ന ആളുടെയും കുട്ടീൻ്റെയും ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇവർ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി തരും. പിന്നെ നമ്മളെ ബൈസ്റ്റാൻഡേഴ്സിന് വേണമെങ്കിൽ ഇവിടെ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് വീട് ഇവിടെ അടുത്തായതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് വാഷ് ചെയ്യലാണ് കേട്ടോ. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് 7 നേരം ഫുഡ് ഉണ്ടാവും. പക്ഷേ ബൈസ്റ്റാൻഡേഴ്സിന് 3 നേരമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെയുള്ള ആ മുട്ടയും പഴമൊന്നും ബൈസ്റ്റാൻഡേഴ്സിന് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് 6:30 അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ ഒരു 8 മണി 8:15 കൂടിയിട്ടാണ് അവൾ കുളി കഴിഞ്ഞിട്ട് വരിക. ആ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നോർമലി അപ്പം, പുട്ട്, ഇഡ്ഡലി, അങ്ങനത്തെ വെള്ളപ്പം, പത്തിരി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതിക്കുള്ള കറികളും അത് ബൈസ്റ്റാൻഡേഴ്സിനും കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 10 മണിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉലുവക്കഞ്ഞി, അങ്ങനത്തെ ഉള്ളിച്ചോറ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് ലഞ്ച് ഇന്നിപ്പോൾ നോർമൽ ലഞ്ചാണ്. പിന്നെ വീക്കിലി എല്ലാ വെള്ളിയാഴ്ചയും തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നോർമലി എല്ലാ സെൻറ്ററിലും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളൊരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ലഞ്ച്. പിന്നെ വീക്കിലി ഒരു സ്പെഷ്യൽ ലഞ്ച് വേറെയുണ്ട്.
മന്തിയോ പിന്നെ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ ഫുഡ് തന്നെ, ഉപ്പേരിയും പപ്പടവും പിന്നെ കറി, അതിലാണെങ്കിൽ മീൻ കറി, മീൻ പൊരിച്ചത്, ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതവരെ ഓഫീസാണ്. ഓഫീസിൽ എപ്പോഴും ആളുണ്ടാവും, നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ സുഖമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഇവരെ മാനേജ്മെൻറ്റിൽ തന്നെ ഇവരെ ആൾക്കാർ എപ്പോഴും വന്ന് നമ്മളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെയിലി ഒരു നമ്മളായിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ആളുണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരേറ്റവും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ കുറച്ചും കൂടിയും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നോർമലി ആ ഒരു കൊണ്ടം തന്നെ ലഞ്ച് തന്നെ ഉമ്മ ഇപ്പം ഉണ്ടെങ്കിലും ഇപ്പം ഉമ്മയും അവർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഫുഡൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതാ 4 മണിയൊക്കെ ആയപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസം ചായ ആയിരിക്കും, ചില ദിവസം ഹോർലിക്സോ അങ്ങനെ ഓരോന്ന് ആയിട്ടിരിക്കും ഉണ്ടാവുക. ഇന്നിപ്പോൾ ഹോർലിക്സാണ്, പിന്നെ പഴം വാട്ടിയതായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എന്നും ഇങ്ങനെയല്ല, ചില ദിവസങ്ങളിൽ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കൂലേ, സൂചി ഗോതമ്പും പിന്നെ ചെറുപയറൊക്കെ ഇട്ടിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ അധികം തേങ്ങ ഇട്ടിട്ടുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലേ വൈകുന്നേരം കഴിക്കുക. അതേപോലെ തന്നെയാണ് കേട്ടോ, തേങ്ങ ഐറ്റംസുകൾ തന്നെയാണ് വൈകുന്നേരം ഉള്ളത്. പിന്നെ എന്താണ് പഴം വാട്ടിയതോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഇലട, ചെറുപയർ, ഇങ്ങനെ ഓരോ ഐറ്റംസുകളായിരിക്കും കേട്ടോ വൈകുന്നേരം ഉണ്ടാവുക. ഇതും നമ്മളെ ബൈസ്റ്റാൻഡറിന് ഉണ്ടാവില്ലേ, ബൈസ്റ്റാൻഡറിന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറുമാണ് ഉണ്ടാവുക. പിന്നെ കെറ്റിൽ വന്നിട്ടുണ്ട്, വൈകുന്നേരം രാവിലേക്ക് നമുക്ക് ചായ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ പോകാനായി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഹാല ബേബി എണീറ്റത്. ഓൾക്ക് ഡേ ടൈമിൽ ഇങ്ങനെ തന്നെ ഫുള്ള് ഉറക്കാണ് അറിയുന്നുണ്ട്. രാത്രി ആകുമ്പോഴാണ് ഓൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ, രാത്രി ആകുമ്പോഴാണ് ഓൾ എണീക്കുള്ളൂ. പിന്നെ ഓൾ കണ്ടും തുറന്ന് അങ്ങനെ കിടക്കും. നട്ടപാതിരാക്കൊക്കെ അനിയത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും വാട്സപ്പിൽ. കുട്ടി ഇങ്ങനെ കിടന്നിട്ട് ഓൾക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഓളപ്പം കരുതുന്ന ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യമാണ്. സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ല കെയറിങ് ആണ് കേട്ടോ. അവരൊക്കെ ഇത് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വരുന്ന ആൾക്കാരായത് തന്നെ നല്ല കെയറിങ് ആണ് കേട്ടോ അവരുടെ ഭാഗത്തു നിന്നൊക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്ററിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഫുള്ള് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് നല്ല വ്യൂ ആണ്. നമുക്ക് ഇതിമ്മ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീടും വരുന്നത്. ഇതിൽ കൂടെ അങ്ങനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളോടക്ക് നടന്ന് പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ വീട്ടിലേക്ക്. വൈകുന്നേരം ഈവനിങ് സ്നാക്ക് കഴിഞ്ഞാൽ പിന്നെ 6 മണിയാകുമ്പോൾ വീണ്ടും ഒരു കഷായം ഉണ്ട് കേട്ടോ. 40 ദിവസം 2 നേരം കഷായം ഉണ്ടാവും. പിന്നെ അതുപോലെ ഉച്ചക്കും രാത്രിയിലും അരിഷ്ടം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോൾ ഒരു കഷായം കൊണ്ടുവന്ന് തരും. പിന്നെ രാത്രിയിൽ 8 മണിയാകുമ്പോഴാണ് കേട്ടോ ഡിന്നർ വരിക. ഡിന്നറാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇതേപോലെ ചോറും ഉച്ചക്കുള്ള പോലെ തന്നെ ചോറും കറികളും ഒക്കെ ആയിട്ട്. ഇതിൽ നമ്മൾ ഇലക്കറികളൊക്കെ രാത്രിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഡിന്നറിൻ്റെ കൂടെയാണ് താളിപ്പുകളായിട്ടാണ് ഉണ്ടാവല്. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ, ഉപ്പേരിയും മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് ചിക്കനോ മീനൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും ഡിന്നറിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് വീട് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും വരും. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മ കുറച്ചും കൂടിയും ചോറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. കറികളൊക്കെ അധികം ഒരു കൊണ്ടുവന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ പിന്നെ ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചെയ്യൽ. ഇതിപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്, എനിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കളൊക്കെ അപ്പോൾ ഇതവിടെ ആൾ സ്കൂൾ വിട്ടെത്തി. ഇതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകാൻ ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാത്രിയിലെ കാര്യം കൂടിയും പറഞ്ഞത്. ഡിന്നറിന് ശേഷം ഒരു സാലഡും ഉണ്ടാവും കേട്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാലഡും ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ 40 ദിവസത്തിനാണ് നമ്മൾ ഈ പാക്കേജ് എടുത്തതെന്ന് പറഞ്ഞില്ലേ. അതിലിപ്പോൾ 40 കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് പോയിട്ട് അടുത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പോകുന്ന ദിവസത്തെ സെൻഡ് ഓഫ് പാർട്ടിയാണ് ഇത്. ഇവിടുത്തെ സ്റ്റാഫുകളും മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ വകയായിട്ട് ഒരു കേക്കും ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ നേരം നമ്മളൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഗിഫ്റ്റൊക്കെ തന്ന് അങ്ങനെ നമ്മൾ ഒരു ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പിരിയണത്. ഞാൻ ജസ്റ്റ് ആ ഒരു മൊമെൻറ്റ്സും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും ഡെയിലി. പിന്നെ നമുക്ക് ഇത്രയും ദിവസം നിന്നിട്ട് ജെന്യൂനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പക്കാണ്. റൂമൊക്കെ ഒരു നല്ല ടൈമിൽ തന്നെ വന്നിട്ട് ഒരു ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നല്ല മെനു ഒക്കെ തന്നെയാണ്. നല്ല ഫുഡും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാം തരുന്നുണ്ട്. നല്ല സർവീസാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഇത് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ പറയില്ലേ എല്ലാ സെൻറ്ററത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മൾ കുറേ ആൾക്കാരടുത്ത് എൻക്വയറി ചെയ്തിരുന്നു കേട്ടോ. ഇങ്ങനൊരു ഇത് നമ്മളിങ്ങനെ പ്ലാൻ ഉണ്ടായപ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറേ ആൾക്കാരത്തൊക്കെ എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറയുക ബാഡ് എക്സ്പീരിയൻസ് ഉള്ള സെൻറ്ററുകൾ ഒക്കെ ഉണ്ട്, ചിലരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ബാഡായിട്ടൊന്നും പറയാനില്ല, നല്ല എക്സ്പീരിയൻസുകൾ തന്നെ ഉള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ഇവർക്ക് പടപ്പറമ്പിലും വരെ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുന്നവരോ റൂം നോക്കുന്നവരോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്കും കൂടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല, നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.